ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഓപ്പറേഷൻ തൂഫാനാണ്. പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ആ സർക്കാരിനെ മികവുറ്റ സർക്കാർ എന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ പേരേ ഉള്ളൂ, ഓപ്പറേഷൻ തൂഫാൻ തന്നെയാണ്. കേരളം നമുക്കറിയാം, ലഹരിയുടെ ഹബ്ബായി മാറിയ കേരളത്തെ ഏതു വിധത്തിലും ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേരള പോലീസ് അല്ലെങ്കിൽ കേരള പോലീസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുമ്പോൾ പലരും ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അർപ്പിച്ചുകൊണ്ട്, അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, പലരും വിചാരിച്ചു ഇതൊന്നും ഇത് ആദ്യ തുടക്കത്തിലുള്ള ഒരു ആവേശമായിരിക്കുന്നു. പക്ഷെ ഇന്നും ഒരു മാസം കഴിഞ്ഞിട്ട് ഇന്നും ഇതിന്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കേരളത്തിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. SNDPയുടെ പിന്തുണയുമായി വന്നിട്ടുള്ള ആൾ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ ആര്, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു, എന്ത് നിലപാടായിരുന്നു എടുത്തതെന്ന് നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശൻ എന്താണെന്ന് നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശന്റെ തൊഴിലായി പറയുന്ന കാര്യം എന്താണ്? വെള്ളാപ്പള്ളി നടേശനെ ഹാസ്യരൂപത്തിൽ പണ്ടൊരു പാട്ട് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അതൊന്നും കേരളം മറന്നിട്ടില്ല. തൂഫാനൊപ്പമാണ് ഞങ്ങൾ നിൽക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത്രയും നാൾ, അല്ലെങ്കിൽ ഒരു മാസം വരെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വാ തുറന്നില്ല എന്നൊരു ചോദ്യം ഒരു വശത്ത്. മറുവശത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ തനിക്ക് നിലനിൽപ്പ് ഉള്ളൂ എന്ന തിരിച്ചറിവല്ലേ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഇതിൽ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, തൂഫാന് വെള്ളാപ്പള്ളി നടേശൻ പിന്തുണ നൽകുന്നതിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ അതിനെ വിമർശിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം വെള്ളാപ്പള്ളിയുടെ ഒരു പിന്തുണ ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു രീതിയും. പിന്നെ രണ്ടാമത്തെ ചർച്ച ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ്. കാരണം വെള്ളാപ്പള്ളി നടേശന് മൈക്രോ ഫിനാൻസ് കേസിൽ പ്രതിയാണ്. ആ കേസിൽ നിന്ന് ഇതുവരെ ഊരിപ്പോരാൻ കഴിഞ്ഞിട്ടില്ല. ആ കേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇനി വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തെങ്കിലും ഒരു നടപടി UDF സർക്കാർ എടുക്കുമോ എന്നുള്ളൊരു ഭീതിയുണ്ട്, ഒരു സംശയം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എന്ത് നടപടി എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കെതിരെയും ആരെയും മുഖം നോക്കാതെ നടപടി എടുത്തുകൊണ്ടുവരുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ച് ഇത്തവണത്തെ എടുത്തു പറയുന്നത്. ഇത്തവണത്തെ UDF സർക്കാർ സ്വീകരിച്ചു വരുന്ന അധികാരത്തിലേറ്റ് ഒരു മാസം കഴിയുമ്പോഴേക്കും ഇത്രയും കുറെ കാര്യങ്ങളിൽ വ്യക്തമായ നടപടി എടുക്കുകയും ചെയ്തു, അത് തെളിയിക്കുകയും ചെയ്തു. പറഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ഇനി വരാൻ പോണത് വെള്ളാപ്പള്ളി നടേശനെതിരായ കേസിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി വരുമോ? ഇത് എന്തായാലും വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയാവുന്ന ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ആഭ്യന്തരമന്ത്രിയായി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ ഒന്ന് സോപ്പിട്ടാൽ നല്ലതായിരിക്കും എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാവരും അതാണ് ചിന്തിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന UDF സർക്കാരിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണെന്ന് എല്ലാവരും പറയും. അപ്പൊ രമേശ് ചെന്നിത്തല ഇപ്പോൾ തിളങ്ങി നിൽക്കാൻ കാരണം തൂഫാൻ എന്ന് പറഞ്ഞ പരിപാടിയാണ്. ആ തൂഫാൻ പരിപാടിയെ പിന്തുണച്ചുകൊണ്ട് SNDP യോഗം ഭാരവാഹികളോട് അല്ലെങ്കിൽ പ്രവർത്തകരോട് എല്ലാം പറഞ്ഞിരിക്കുകയാണ്, വാരിയേഴ്സ് ആകണം, അതായത് തൂഫാൻ വാരിയേഴ്സ് ആകണം. അപ്പോൾ തൂഫാൻ വാരിയർ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഈ പുകയില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കുന്നവരെ കണ്ടുപിടിച്ചാൽ ഇതാക്കണം, എവിടെ കണ്ടുപിടിച്ചാലും ജനങ്ങൾ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ SNDP യോഗം പ്രവർത്തകർ ഇത് ചെയ്യുമോ? അല്ലെങ്കിൽ അവർ സ്വമേധയാ ചിലപ്പോൾ ചെയ്തെന്ന് വരും. വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ട് ഇനി ചെയ്യാതിരിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു നീക്കം കൊണ്ടൊന്നും മൈക്രോ ഫിനാൻസ് കേസിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എന്താണ് വെള്ളാപ്പള്ളി നടേശൻ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും ദിവസം, ഒരു മാസം ആകുമ്പോൾ പോലും, ഒരു മാസം ആകാറാകുമ്പോൾ എന്തുകൊണ്ട് വാ തുറന്ന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് SNDPയോടാണ്, അല്ലെങ്കിൽ SNDP പിന്തുണ അർപ്പിക്കുന്നു എന്ന് പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ നമുക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് മനസ്സിലായതാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDPക്ക് വെള്ളാപ്പള്ളി നടേശന്റെ ഉപദേശം വേണ്ട, അത് SNDP പല ആവർത്തി SNDP അംഗങ്ങൾ പറഞ്ഞതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ആശയമല്ല ഞങ്ങളുടെ ആശയം എന്നുള്ളത്. പിന്നെ മറുവശത്ത് മൈക്രോ ഫിനാൻസ് കേസിന് അപ്പുറത്തേക്ക് ആ കേസിൽ സ്വാഭാവികമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ സോപ്പിട്ട് ഒപ്പം നിർത്തിയേ പറ്റൂ. അത് നന്നായി തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. മറുവശത്ത് വാ തുറന്ന് എന്തെങ്കിലും വർഗീയ പരാമർശങ്ങൾ നടത്തിയാൽ കേസെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേരും രമേശ് ചെന്നിത്തല എന്നായിരുന്നു. അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അനാവശ്യമായി എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ വർഗീയമായ പരാമർശം നടത്തിയാൽ
ഷോളിട്ട് സ്വീകരിക്കാനും ഒപ്പം കാറിൽ കൊണ്ടുപോകാനും പിണറായി വിജയൻ അല്ല ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന വ്യക്തമായ ബോധ്യം വെള്ളാപ്പള്ളി നടേശനുണ്ട്. വി ഡി സതീശനെതിരെയും വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പ് മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മോശമായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ LDF അധികാരത്തിൽ വരും അല്ലെങ്കിൽ തുടർഭരണം ലഭിക്കുമെന്നതിന്റെ പേരിൽ LDFനെ ഒപ്പം നിർത്തി അല്ലെങ്കിൽ LDFന്റെ കൂടെ ഞാൻ LDFന്റെ വശത്താണ് എന്നുള്ള രീതിയിൽ നിലപാടെടുക്കുകയും അതിനുവേണ്ടി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരന്തരമായി വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത അദ്ദേഹം പറഞ്ഞതെന്ന് ഇന്നും വ്യക്തമല്ല. അന്നത്തെ സർക്കാർ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ LDFന് ഇത്രയും വലിയ തോൽവി വാങ്ങിക്കൊടുത്തതിലും വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളി നടേശന് വ്യക്തമായ പങ്കുണ്ട്. വെള്ളാപ്പള്ളി നടേശന് പങ്കുണ്ടെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശന് ഒപ്പം കൂടിയ പിണറായി വിജയന് കിട്ടിയ തിരിച്ചടിയാണ്. പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുമ്പോൾ CPI എന്ന് ചോദിച്ചു, ഞാനാണെങ്കിൽ അല്ലെങ്കിൽ എന്തിന് കയറ്റിയെന്ന് ചോദിച്ചപ്പോൾ ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ എന്ന ഉത്തരമാണ് അവിടെ നൽകിയത്. അതിനുള്ള മറുപടിയാണ് കേരളത്തിലെ വോട്ടർമാർ നൽകിയെന്ന് തന്നെ പറയേണ്ടി വരും. മറുവശത്ത് ഇന്നും ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് SNDPയിലെ അംഗങ്ങൾക്കറിയാം. അതിന് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതിപ്പോ NSSന് സുകുമാരൻ നായരും പറഞ്ഞു കൊടുക്കണ്ട, SNDPക്ക് വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു കൊടുക്കണ്ട. സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നൽകാൻ. അവർ നന്നായി പിന്തുണ നൽകുന്നത് കൊണ്ട് തന്നെയാണ് കേരള പോലീസിന് ഇത്രയും നന്നായി കേസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഉറച്ച ബോധ്യവുമുണ്ട്. അപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ ഈ മറുവശത്ത് ഇപ്പോ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ ഒന്ന് സോപ്പിടുക, തനിക്കെതിരെ പരമാവധി കേസുകൾ ഉണ്ടാകാതിരിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനാണ് അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോ പരമാവധി പിണറായി വിജയനെ താങ്ങി തലോടി ഒക്കെ കൊണ്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ എല്ലാ തീരുമാനവും. അങ്ങനെ 10 വർഷം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. ഇനിയുള്ള 5 വർഷവും അങ്ങനെ മുന്നോട്ട് പോകണം. മറുവശത്തൊരു കാര്യം എടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇന്നും വെള്ളാപ്പള്ളി പിണറായി വിജയനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. അവിടെ എന്താണ്, അല്ലെങ്കിൽ ഈ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഇത്ര ദൃഢമായി മുന്നോട്ട് പോകുന്നതിന്റെ കാര്യം എന്തെന്നൊരു ചോദ്യമുണ്ട്. പരാജയത്തിന്റെ കാരണം അത് പാർട്ടിക്കകത്ത് CPM എന്ന പാർട്ടിക്കകത്തുള്ള വിഷയമാണ്. CPMന്റെ കമ്മിറ്റികളിൽ പരാജയത്തിന്റെ കാരണം പിണറായി വിജയനും MV ഗോവിന്ദനുമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറഞ്ഞു, അദ്ദേഹം പാർട്ടിക്കാരനല്ല അല്ലെങ്കിൽ പാർട്ടി മെമ്പർ അല്ല, അദ്ദേഹം അതിന് മറുപടി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് വെള്ളാപ്പള്ളിയുടെ പേര് ഇത്ര സജീവമായി പറഞ്ഞിട്ടുമില്ല. ഏരിയ കമ്മിറ്റിയിൽ അടക്കമുള്ള അല്ലെങ്കിൽ സാധാരണ പാർട്ടി മെമ്പർമാർക്ക് പോലും തലക്കനം വന്നു, പാർട്ടിയിൽ നിന്ന് അകന്നു. അവരുടെ ഏകാധിപത്യ ശൈലിയാണ്, അല്ലാതെ മുഴുവൻ കുറ്റവും പിണറായി വിജയന്റെ MV ഗോവിന്ദന്റെയും തലയിൽ വെക്കണ്ട എന്ന് ഒരു വശത്ത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അത് കഴിഞ്ഞുള്ള പല യോഗങ്ങളിലും വെള്ളാപ്പള്ളി നടേശനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, കാറിൽ കയറ്റിയത് തെറ്റാണെന്നൊരു അഭിപ്രായം എനിക്ക് ഇപ്പോഴും തോന്നില്ല. ചിലരൊക്കെ അഭിപ്രായങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ തയ്യാറായെങ്കിലും ഇപ്പോഴും അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമായി തന്നെ നിൽക്കുന്നു. പക്ഷെ മറുവശത്ത് ഇതൊരിക്കലും ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിയോടുള്ള സ്നേഹമോ കേരളത്തിന്റെ നന്മയോ, കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ തൊഴിൽ എന്താണെന്നും അല്ലെങ്കിൽ ലഹരിയുമായി അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിരോധാഭാസമായിട്ട് വരുന്നത്. കാരണം ഈ ഒരു പുള്ളിയുടെ തൊഴിലും വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പുള്ളിയുടെ വരുമാന മാർഗവും വെച്ച് നോക്കുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു സംസാരം എന്താണ് പറഞ്ഞത്, സർക്കാർ നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയാനും കഴിയണം, തെറ്റ് ചെയ്താൽ തെറ്റ് എന്ന് പറയാനും കഴിയണം എന്ന് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ കേരള സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യവും നന്മയുമാണ് തൂഫാൻ പരിപാടി എന്നൊക്കെയാണ് പറയുന്നത്. കേരള സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന പുണ്യവും നന്മയും തന്നെയാണ് സർക്കാർ നല്ലത് ചെയ്താൽ നല്ലത് പറയണം, തെറ്റ് കണ്ടാൽ വിമർശിക്കണം. ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല. ആദ്യം സൂചിപ്പിച്ചതുപോലെ ലഹരിയുമായി ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലേ, അല്ലെങ്കിൽ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണോ ഇദ്ദേഹം വാതുറക്കുന്നത്? വർഗീയത പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ജില്ലയെ അധിക്ഷേപിച്ച അല്ലെങ്കിൽ ഒരു ജില്ലക്കാരെ മുഴുവൻ അധിക്ഷേപിച്ചത് ഇദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം എല്ലാത്തിനും വലിച്ചു ചേർക്കുന്നത് SNDPയുടെ പേരാണ്. ശ്രീനാരായണ ഗുരു എവിടെയും വർഗീയ പരാമർശം പറഞ്ഞിട്ടില്ല, കള്ള് ചെത്താനോ വിൽക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ SNDPയുടെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ SNDPയുടെ തലപ്പത്തിരുന്നു കൊണ്ടും SNDPക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹം എന്ത് കാര്യം പറഞ്ഞാലും അവിടെ SNDPയെ കൂടി വലിച്ചിടുന്നത് വളരെ മോശമാണ്. ഇദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിപ്രായം പറയാം, അതിൽ യാതൊരു തെറ്റുമില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും, വിമർശിക്കും, അതൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ അവിടെയും SNDPയെ പിടിച്ചിടേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ തന്റെ വീട്ടിലുള്ളവർ പോലെ വോട്ട് ചെയ്യില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായതാണ്. SNDPയിലെ പ്രവർത്തകർ അല്ലെങ്കിൽ SNDPയിലെ അംഗങ്ങൾ ഒരു 100 ആവർത്തി വെള്ളാപ്പള്ളി നടേശനെ തള്ളിയതാണ്. വീണ്ടും SNDPയുടെ പേര് വിവാദങ്ങളിലേക്കും മറ്റും കൊണ്ടുവന്ന്
ആ SNDPക്ക് കൂടി ഒരു നാണക്കേട് അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഉണ്ടാക്കാതെ SNDP പ്രവർത്തകർ ഇപ്പൊ നിലവില് തൂഫാൻ അനുകൂലിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിന് സഹായം ചെയ്തുകൊണ്ടും ഒക്കെ പ്രവർത്തിക്കാനിരിക്കുന്നതായിരിക്കും. ഇനി ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് കൊണ്ട് മാത്രമേ ഇനി അതിൽ നിന്ന് മാറി നിൽക്കുമോ എന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പ്രസ്താവന, അതിനിടയിൽ വന്ന കമന്റ് മുഴുവൻ ഇദ്ദേഹത്തിന്റെ തൊഴിൽ എന്താണ്, എല്ലാവർക്കും അറിയാം. വെള്ളാപ്പള്ളി നടേശൻ എന്താണ് എന്ന് കേരളത്തിന് മനസ്സിലായത്, അല്ലെങ്കിൽ കേരളത്തിന് വെള്ളാപ്പള്ളി നടേശനെ മനസ്സിലാക്കി കൊടുത്തത് പിണറായി വിജയൻ സർക്കാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ഉദ്ദേശം എന്താണ്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയ പരാമർശങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇത്രത്തോളം വർഗീയത ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇനിയും എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ വാടച്ചിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇനി എന്തെങ്കിലുമൊക്കെ വർഗീയ പരാമർശങ്ങൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായും കേസെടുക്കും. അത് വെള്ളാപ്പള്ളി നടേശനെ അറിയുകയും ചെയ്യാം, കേസുകൾ തന്റെ പേരിൽ വരുമെന്ന്. അതിനുള്ള ഒരു മുൻകൂർ ജാമ്യമായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ തനിക്കൊപ്പം നിർത്തുക. കഴിഞ്ഞ 10 വർഷം ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ മൈക്രോ ഫൈനാൻസ് അടക്കമുള്ള കേസുകളിൽ ഒരു പ്രശ്നവും അനുഭവിച്ചിട്ടില്ല. ഇനിയുള്ള കാലവും ജീവിക്കണ്ടേ? അപ്പോൾ തരാതരം രാഷ്ട്രീയം മാറി, നിലപാടുകൾ മാറി ഒപ്പം നിൽക്കുക എന്നുള്ള കാര്യം മാത്രമേ വെള്ളാപ്പള്ളി നടേശന് ചെയ്യാനാകൂ. അത് അദ്ദേഹത്തിന്റെ ഒരു ഗതികെട്ട അവസ്ഥ കൂടിയാണ്. പക്ഷെ അതിലേക്ക് SNDPയെ വലിച്ചിടാതിരിക്കുക, തന്റെ അഭിപ്രായങ്ങൾ തന്റേതാക്കി മാത്രം പറയുക. അവിടെ SNDPയോ ശ്രീനാരായണ ഗുരുവിനെയൊന്നും വലിച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു തലവേദന ആകാതിരിക്കുക.